ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1999 ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മ്യൂട്ട് വിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത് വേറെ ലെവലായിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൂവി കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും അടുത്തുള്ള ഓരോ സീനുകളിലും അറിയാതെ തന്നെ ടെൻഷൻ കൊണ്ട് നമ്മൾ നേരം കടിച്ചു പോകും. ആ രീതിയിലുള്ളൊരു മൂവി. അതുപോലെ 1999 കാലഘട്ടത്തിൽ ഇറങ്ങിയ മൂവീസ് എല്ലാം നിങ്ങൾക്ക് അറിയാലോ, അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോ നിമിഷവും ഗ്രിപ്പിംഗ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി അധികമായിട്ട് പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ഒരു വീടിനകത്തൊരു പെണ്ണ് രാത്രിയാകുമ്പോഴത്തേക്കും കിടക്കുന്നതിന് മുന്നേ തന്നെ തൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ബാത്റൂമിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവിടെ വന്നിരിക്കുമ്പോൾ റേഡിയോയിൽ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 2 സൈക്കോള് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും അവിടെയുള്ള നേഴ്സുമാരെ എല്ലാം കുത്തിക്കൊന്നിട്ട് അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് അവരുടെ വീടും കാര്യങ്ങളെല്ലാം അടച്ചുപൂട്ടി ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നുള്ള രീതിയിൽ റേഡിയോയിലൂടെ ഒരു ന്യൂസ് ഇങ്ങനെ പോകുന്നുണ്ട്. അതേസമയം തന്നെ പെട്ടെന്ന് ഈ വീടിനകത്തെ റേഡിയോ ആരോ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പെണ്ണ് വിചാരിക്കും അവളുടെ ഭർത്താവാണെന്ന്. പക്ഷെ അതൊരിക്കലും ആ ഒരു ഭർത്താവല്ല. അതുപോലെ റേഡിയോ ഓഫ് ചെയ്തവൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് അവിടെ നിന്നും വലിയൊരു കത്തിയോ എടുത്ത് ഈ റൂമിനടുത്തേക്ക് നടന്നു വരുന്നതും ഈ ബാത്റൂമിലെ ആ ഒരു കണ്ണാടിയിലൂടെ ആ ഒരാളെ കാണിക്കുന്നുണ്ട്. മുഖത്തൊരു മാസ്ക്, ദേഹം മുഴുവൻ രക്തം, കയ്യിൽ ആ ഒരു കത്തി, ഇതെല്ലാം പിടിച്ചയാൾ നടന്നു വരുമ്പോൾ ഈ ഒരു മണ്ടി പെണ്ണാണെങ്കിൽ ഇതൊന്നും കാണുന്നില്ല. അവൾ മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ഒരുക്കത്തിലാണ്. അപ്പോഴേക്ക് ഈ ഒരു പെണ്ണ് എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് അടുത്തൊരു മുറിയിലടുത്തേക്ക് വന്ന് അവിടുത്തെ ഡോർ ഇങ്ങനെ മാറ്റുന്നതും ആഹാ, ആ ഒരു പെണ്ണിന്റെ ഭർത്താവ് അവിടെ മരിച്ചിരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇതിനകത്തേക്ക് വന്നവനാണ് അവനെ കൊന്നത്. അപ്പോഴേക്ക് ഈ ഒരു പെണ്ണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും ആ ഒരു കൊലയാളി അകത്തേക്ക് കയറി വരികയാണ്. ഇവളാണെങ്കിലും പേടിച്ചൊരിടത്തേക്ക് പോകുമ്പോൾ അവളുടെ പുറകെ തന്നെ വന്ന് അവളെ പിടിച്ചൊരിടത്തേക്ക് കിടത്തിയിട്ട് അവളുടെ വയറിലേക്ക് ആ ഒരു കത്തിയുണ്ട് ഒരുപാട് നേരം കുത്തി 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 ആ ഒരു പെണ്ണിനെ കൊല്ലാൻ. അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് ഒരിടത്തേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു പെണ്ണ് മരിക്കുന്നത് കാണാൻ വേണ്ടി. അതേസമയം ഈ ഒരു പെണ്ണിനെ കാണിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തമെല്ലാം പോയിട്ട് പതിയല്ലേ മരിക്കത്തുള്ളൂ. അങ്ങനെ പതിയെ പതിയെ അവിടെ ഇവിടെ എല്ലാം പിടിച്ച് ഈ കബോർഡിലെല്ലാം വന്ന് പിടിച്ച് അതെല്ലാം മറിച്ചിട്ട് ഷടാ, ഇതിപ്പോൾ ഒരുപാട് നേരമായി ഈ ഒരു പെണ്ണ് മരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ മരിച്ചില്ലെന്നാണോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കൊലയാളി അവനും ഒരിടത്തേക്ക് മാറിയിരുന്ന് ഈ ഒരു കാര്യം കണ്ട് അങ്ങനെ ചിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തില് ഇതൊരു യഥാർത്ഥ സംഭവമല്ല, ഇതൊരു സിനിമ ഷൂട്ടിംഗ് ആണെന്ന്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു ആക്ട്രസ് ആണ് ഇപ്പോൾ ഈ ഒരു മരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും 1/2 മണിക്കൂറായിട്ട് ഒരു നാടകം തന്നെ ഇവിടെ നടത്തുന്നത്. അങ്ങനെ അത് കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് റഷ്യയിലാണ്. അഭിനയിക്കുന്ന ആക്ട്രസ്, ആക്ടർ ഇവരെല്ലാവരും റഷ്യനാണ്. പക്ഷെ ഡയറക്ടർ മാത്രം ഒരു അമേരിക്കക്കാരൻ. അതുപോലെ നമ്മുടെ ഡയറക്ടർ ആണെങ്കിൽ ഒരുപാട് പണമായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഡയറക്ടറിന്റെ കാമുകി, അവൾക്കൊരു സഹോദരിയുണ്ട്. അതാണ് ഈ ഒരു മൂവിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അവളെ കൊണ്ട് ഒരിക്കലും സംസാരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിന്റെ സഹോദരി, ആ ഡയറക്ടർ ഇവരെല്ലാവരും ഒരിടത്താണ് ഇരിക്കുന്നത്. മറ്റൊരിടത്ത് നിന്ന് ഒരുത്തൻ നമ്മുടെ ഹീറോയിനെ തന്നെ ഇങ്ങനെ സൈറ്റ് അടിക്കുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും 1/2 മണിക്കൂറായിട്ട് ഇവിടെ മരിക്കാൻ കിടന്ന ഒരാൾ ഇതുവരെ മരിച്ചില്ല. അങ്ങനെ ഡയറക്ടറിനായാലും നല്ല ദേഷ്യം വന്നിട്ട്, എൻ്റെ പൊന്നുമോളെ, നീ അഭിനയിച്ച് ഇത്രയും വലുതാക്കണ്ട, ചെറുതായിട്ടൊന്ന് അഭിനയിച്ചാൽ മതി, ഇതിപ്പോൾ 1/2 മണിക്കൂറായി എന്നിങ്ങനെ പറയുന്നു. പക്ഷെ അവൻ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മറ്റൊരു ലേഡിയാണ്. കാരണം ഈ ഒരു ആക്ട്രസ് റഷ്യക്കാരിയാണല്ലോ. അപ്പോൾ വീണ്ടും റീടേക്ക് പോകാൻ പോവാണ്. അതുപോലെ നമ്മുടെ ഹീറോയിൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഈ കുത്തുമ്പോഴത്തേക്ക് രക്തമെല്ലാം തെറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യമെല്ലാം നമ്മുടെ ഹീറോയിൻ ചെയ്യുന്നു. അതുമല്ല, ഈ ഒരു കില്ലറായിട്ട് അഭിനയിക്കുന്ന ആവർത്തനമല്ലോ, അവൻ്റെ കയ്യിലൊരു കത്തി, ഫേക്ക് ആയിട്ടുള്ള കത്തി കൊടുത്തിട്ട് ഇത് വെച്ച് അവളുടെ വയറിലേക്ക് കുത്തുമ്പോഴത്തേക്കും എങ്ങനെയാണ് കുത്തേണ്ടത്, അതേപോലെ തന്നെ ബ്ലഡ് നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബാഗ് അത് കുത്തി പൊട്ടിക്കണം, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവനും പറഞ്ഞു കൊടുക്കുന്നു. അതുമല്ല, നമ്മുടെ ഹീറോയിൻ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു വലിയ ബാഗിലുണ്ട്. ആ ഒരു ബാഗ് ഇപ്പോൾ തുറന്ന് കാണിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും റീടേക്ക് പോകാൻ പോവാണ്. ഓക്കെ, റെഡി, ആക്ഷൻ എന്നിങ്ങനെ പറയുന്നതും അതിന് മുന്നേ തന്നെ ഈ ഒരു സ്റ്റുഡിയോ ഓണർ വന്നിട്ട് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ അയാൾ പറയും, സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു, ഇനി എന്തായാലും സ്റ്റുഡിയോക്കകത്ത് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാനും പോവാണ്, ബാക്കിയെല്ലാം നിങ്ങൾ നാളെ ചെയ്തോന്നും പറഞ്ഞിട്ട് സ്റ്റുഡിയോ ഓണർ വന്ന് പറയുമ്പോൾ ഇവർക്കും വേറെ വഴിയില്ലാതെ അന്നത്തെ ഷൂട്ടിങ് പാക്കപ്പ് അടിക്കുന്നു. അങ്ങനെ എല്ലാവരും വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ സഹോദരി, ആ ഒരു ഡയറക്ടർ, ഇവർ രണ്ടുപേരും ഒരു കാറിലും ഹീറോയിൻ മറ്റൊരു കാറിലാണ് വന്നത്. ഹീറോയിൻ ഇവിടെ ഒരു സ്ഥലത്തായിട്ടൊരു റൂമുണ്ട്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും മറ്റൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അങ്ങനെ എല്ലാവരും പോകാനായിട്ട് വെളിയിലേക്ക് നടന്നു വരുമ്പോൾ ഹീറോയിൻ പറയും, അയ്യോ, ഞാൻ എൻ്റെ ഒരു കാര്യം മറന്നുപോയി, ഞാൻ എന്തായാലും പോയി എടുത്തിട്ട് വരാം എന്നുള്ള രീതിയിൽ ഹീറോയിൻ്റെ സഹോദരിയോട് ആ ഒരു സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ, ആ ഒരു സൈൻ ലാംഗ്വേജിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സഹോദരി പറയും, ഓക്കെ ശരി, നീ എന്തായാലും പോയിട്ട് വാ, ഞങ്ങൾ ഹോട്ടലിൽ കാണും, രാത്രി എന്തായാലും തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ വരണം, അവിടെ വെച്ചായിരിക്കും ഡിന്നർ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിൻ നേരെ അകത്തേക്ക് കയറി പോകുന്നു.
അങ്ങനെ അകത്തേക്ക് വന്നിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതിങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ഈ സ്റ്റുഡിയോയുടെ വാച്ച്മാൻ അയാള് ഈ ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് അതും ക്ലോസ് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഹീറോയിൻ ആണെങ്കിൽ സംസാരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ജനാല വഴി ഈ ഒരു കമ്പെല്ലാം വെച്ച് ശബ്ദമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അയാൾ അത് കേൾക്കുന്നില്ല. ഓക്കെ, ഇനി എന്തായാലും ഇതിനകത്ത് പെട്ടുപോയി. തന്റെ സഹോദരിയെ വിളിച്ച് ആ ഒരു കാര്യം പറയാം എന്നുള്ള രീതിയിൽ ഓക്കെ, ഇനിയുള്ളത് തന്റെ സഹോദരിയാണ്, അതുകൊണ്ട് സഹോദരിയെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റുഡിയോയുടെ അകത്ത് ഒരു ടെലിഫോൺ ഇരിപ്പുണ്ട്. അപ്പൊ അതെടുത്ത് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ഹോട്ടൽ റൂമിൽ ആ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ അയാൾ പാചകം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പാട്ടെല്ലാം ഇട്ട് ഈ പാചകമെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അയാളാണ് വന്ന് ഫോൺ എടുക്കുന്നത്. പക്ഷേ ഹീറോയിൻ സൈഡ് ലാംഗ്വേജിൽ കൈവച്ച് തട്ടിയിട്ടാണ് അവളുടെ സഹോദരിയോട് സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യം നമ്മുടെ ഡയറക്ടറിന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അവൻ അതൊന്നും വലിയ കാര്യമൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹീറോയിനും ഒന്ന് സംസാരിക്കാനും കഴിയത്തില്ല. ആ ഒരു സമയത്ത് ഈ ഒരു സ്റ്റുഡിയോയുടെ താഴെ എന്തോ ഒരു ശബ്ദം കേട്ട് ഓക്കെ എന്തായാലും താഴെ ആള് വന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ നേരെ താഴേക്ക് പോവാണ്. അതേസമയം ഹോട്ടൽ റൂമിൽ കുളിക്കാനായിട്ട് പോയിട്ടുള്ള ഹീറോയിന്റെ സഹോദരി നേരെ തിരിച്ചു വന്നിട്ട് ഹീറോയിൻ വിളിച്ചെന്ന് മനസ്സിലാക്കി തിരിച്ചു വിളിക്കുകയാണ്. പക്ഷെ താഴെ ആള് വന്നതുകൊണ്ട് ഓക്കെ ഇനിയിപ്പോ ഫോണിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ആയാലും പതിയെ താഴേക്ക് വരുന്നു. അങ്ങനെ താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു റൂമിൽ എന്തോ വെളിച്ചം കാണുന്നു. ഹീറോയിൻ പതിയെ സൈഡിലൂടെ അതെന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഇതിനു മുന്നേ ആ ഒരു ക്യാമറയും കൊണ്ട് നിന്നെടുത്ത് ഒരുതൻ സൈറ്റ് അടിച്ചിരുന്നല്ലോ, അവൻ ഇപ്പോ എന്തോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് മുന്നേ ഈ ഒരു മൂവിയിൽ അഭിനയിച്ച രണ്ടുപേര് തന്നെയാണ് അവിടെ അഭിനയിക്കുന്നത്. പക്ഷേ അതൊരു അഡൾട്ട് സീനാണ്. അതുപോലുള്ളൊരു വീഡിയോ ആണ് ഇവരിപ്പോ അഭിനയിക്കുന്നത്. ഇത് കാണുമ്പോ ഹീറോയിനെ തന്നെ എന്തോ പോലെയായി. ഇവൻ എന്തായാലും ചില്ലറക്കാരനല്ല, ഓക്കെ അതുകൊണ്ട് എന്തായാലും അവരെ ശല്യപ്പെടുത്തണ്ട, കഴിയുന്നതുവരെ മാറി നിൽക്കാന്ന് പറഞ്ഞ് ഹീറോയിൻ തിരിഞ്ഞിങ്ങനെ നിൽക്കാണ്. സോറി, രാവിലെ അഭിനയിച്ച ആക്ട്രസ് അല്ല, ആ ഒരു പെണ്ണ് വേറെ ആരോ ആണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹീറോയിൻ മറ്റൊരു കാര്യം കാണുന്നത്. ഇത് കാണുമ്പോൾ ഹീറോയിൻ ചെറുതായി ഷോക്ക് ആവുന്നുണ്ട്. കാരണം സാധാരണ ഇവര് നോർമൽ ആയിട്ട് ഒരു സെക്സ് സീനാണ് അഭിനയിക്കുന്നത്. പക്ഷേ അതിലെ ആ ഒരു പെണ്ണിനെ ഈ ഒരു ആക്ടർ ഉണ്ടല്ലോ മൊട്ട, അവൻ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ഒരു കത്തിയെടുത്ത് അവളുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ ആ ഒരു പെണ്ണിനെ കുത്തി കൊല്ലുന്നതും രക്തം നല്ലതുപോലെ തെറിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോയിൻ നല്ലതുപോലെ പേടിച്ച് ഇപ്പൊ ശബ്ദം ഉണ്ടാക്കാൻ പോലും കഴിയത്തില്ല. കാരണം അവൾക്ക് എന്തായാലും മിണ്ടാൻ കഴിയത്തില്ല. ഇപ്പൊ അവളെ കൊണ്ട് അലറിയൊന്നും വിളിക്കാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ട് എന്തായാലും ഇത് ആരെങ്കിലും അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പതിയെ അവിടെ നിന്നും അവൾ പുറകിലേക്ക് നടന്നു വരുമ്പോ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിലേക്ക് വന്നിങ്ങനെ തട്ടി കൊടുക്കും. അതുപോലെ ഇപ്പൊ മരിച്ചു പോയൊരു പെണ്ണ്, ആ ഒരു പെണ്ണിന്റെ ഹാൻഡ് ബാഗ് അവിടെ ഉണ്ടായിരുന്നു, അത് നേരെ താഴേക്കൊന്ന് വീണിട്ട് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം തെറിച്ചു പോകുന്നു. കൂടാതെ ഒരു കാസറ്റ് അതും അടുത്തുള്ള ഒരു മേശയുടെ അടിയിലേക്ക് ഇങ്ങനെ തെറിച്ചു വന്ന് വീഴാണ്. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ ശ്രദ്ധിക്കുന്നില്ല. ഹീറോയിൻ ആ ഒരു സാധനങ്ങളെല്ലാം എടുത്ത് വീണ്ടും ആ ഒരു ബാഗിൽ തന്നെ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കാതെ മുകളിലേക്ക് പോകുന്നു. പക്ഷെ ഈ ഒരു ശബ്ദം അവിടെ നിന്ന് ആ രണ്ടുപേര് കേട്ടു. അപ്പൊ എന്തായാലും നമുക്കറിയാം അവൻ തന്നെയാണ് വില്ലൻ എന്ന്. അങ്ങനെ ആ ഒരു വില്ലനും ഡോർ തുറന്നു വന്ന് നിൽക്കുമ്പോൾ ഹീറോയിൻ വെളിയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ഡോറിന് അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അതൊരു എമർജൻസി ഡോറാണ്. ഇതിനടുത്തായിട്ട് ഒരു കൂടിനുള്ളിൽ അതിന്റെ കീ ഉണ്ട്. പക്ഷെ ഈ ഒരു വില്ലൻ മാറിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കീ എടുത്ത് ഇത് തുറന്ന് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അവൻ എന്തായാലും മാറണം. അതിനുവേണ്ടി ഹീറോയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവനാണെങ്കിലോ ഇതിനകത്ത് ശബ്ദം കേട്ടു ആരോ അകത്ത് വന്നെന്ന് മനസ്സിലായി. അയാൾ എവിടെ ഒളിച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടി ആ ഒരു ഇടനാഴിയിൽ ഒരുപാട് മുറികളുണ്ട്. അതിലൊരു മുറി ഇങ്ങനെ തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുന്നതും ഈ ഒരു ഗ്യാപ്പിൽ ഹീറോയിൻ ഓടി വന്ന ആ ഒരു കണ്ണാടി പെട്ടി അത് പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള കീയും എടുത്ത് വീണ്ടും പഴയ എടുത്തു വന്ന് നിൽക്കാണ്. അപ്പോഴേക്കും വില്ലനാണെങ്കിൽ ഈ ഒരു ശബ്ദം കേട്ട് വെളിയിലേക്ക് വന്ന് അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മുടെ വില്ലനി ഇതിനകത്ത് ആരോ കയറി വന്നെന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് പൊട്ടിയത് കൊണ്ട് വില്ലന് കൺഫേം ആയി എന്തായാലും ഇതിനകത്ത് ഒരാള് കയറിയിട്ടുണ്ട്. അങ്ങനെ വില്ലനായാലും അവളുടെ അടുത്തേക്ക് വരാറാകുമ്പോ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു മുറി തുറന്ന് അതുവഴിയെ മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഓടാണ്. ഇപ്പൊ ഹീറോയിന്റെ കയ്യിൽ ആ ഒരു കീ മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ട് വേണം മെയിൻ ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഹീറോയിൻ ആയാലും ഓടി മറ്റൊരു മുറിക്കടുത്തേക്ക് വന്നിരിക്കും. ആ ഒരു പെണ്ണിനെ കൊത്തിക്കൊന്നല്ല ആ ഒരു ആക്ടർ, അവൻ ഇപ്പൊ അവിടേക്ക് വരികയാണ്. അവനും നമ്മുടെ വില്ലനും രണ്ടുപേരും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നു. അപ്പൊ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു ലിഫ്റ്റ് പോകാനായിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയുള്ള ആ ഒരു ഡോർ തുറന്ന് അതിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അതൊരു കയറിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങിയാണ് നിൽക്കുന്നത്. കൂടാതെ വായില് അവൾ ആ ഒരു കീയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആ ഒരു മൊട്ട വില്ലനുണ്ടല്ലോ ആ ഒരു ആക്ടറിനെ നമുക്ക് എന്തായാലും ഇനി അങ്ങനെ വിളിക്കാം. അപ്പൊ അവനായാലും ആ ഒരു ഡോറിന്റെ ഉള്ളിലൂടെ താഴേക്ക് ഇങ്ങനെ നോക്കാണ്. അകത്തേക്ക് കയറാൻ കഴിയത്തില്ല, കാരണം ഹീറോയിൻ അതിന്റെ ഉള്ളിൽ നിന്നാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവൻ നോക്കിയിട്ട് അവൻ ആരും കാണാത്തത് കൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോയിൻ ആയാലും ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവളുടെ വായിൽ നിന്നും ആ ഒരു താക്കോല് നേരെ താഴേക്ക് ഒന്ന് വീഴും. ഓക്കെ, ഇനി ആ ഒരു ലിഫ്റ്റിന്റെ ഡോർ തുറന്ന് വെളിയിലൂടെ പോയിട്ട് താഴേക്ക് വരിക എന്നുള്ളത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു കയറിൽ പിടിച്ച് തന്നെ ഹീറോയിൻ നേരെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു താക്കോല് വന്ന് വീണ ഭാഗം ഉണ്ടല്ലോ അത് ഈ ഒരു വേസ്റ്റ് എല്ലാം കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അതിന് മുന്നേ തന്നെ ഈ ഒരു വില്ലനും അതേപോലെ തന്നെ നമ്മുടെ മൊട്ട വില്ലനും ഇവര് രണ്ടുപേരും കുറെ വേസ്റ്റ് എല്ലാം അകത്തേക്ക് ഇടാന്നുള്ള രീതിയിൽ കുറെ കവറുകൾ കൊണ്ടുവന്ന് അവിടേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നതും ആ ഒരു താക്കോൽ ഉൾപ്പെടെ നേരെ അകത്തേക്ക് വന്ന് വീഴും. എന്റെ പൊന്നോ, യുവമാരെ കൊണ്ട് തോറ്റു. ശരി, ഇപ്പോ വേറെ വഴിയില്ലല്ലോ, താക്കോൽ എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഹീറോയിനും ആ ഒരു വേസ്റ്റ് ഇടുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ചില്ലാണ്.
അതുമല്ല ആ ഒരു ഭാഗത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് അവൾ ആ ഒരു താക്കോൽ അവിടെ എല്ലാം ഇങ്ങനെ തപ്പി നടക്കാണ്. ആ ഒരു സമയത്ത് കാണിക്കുമ്പോ ആഹാ ആ ഒരു വില്ലന്മാര് വീണ്ടും വന്ന് അവിടേക്ക് ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കാണ്. എന്തോ ഭാഗ്യം നമ്മുടെ ഹീറോയിൻ അതിന് മുന്നേ തന്നെ ഈ ഒരു വേസ്റ്റ് ഇടുന്ന കവർ ഉണ്ടല്ലോ അതിനടിയിൽ ഇങ്ങനെ ഒളിച്ചു കിടക്കും. അങ്ങനെ ഇവന്മാര് ടോർച്ച് അടിക്കുമ്പോഴത്തേക്കും ആ ഒരു വെളിച്ചത്തിൽ നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം കാണുന്നു. എന്റെ മോനെ വേറെ ഒന്നുമല്ല, നേരത്തെ അവന്മാര് കൊന്നല്ലോ ഒരു പെണ്ണിനെ, ആ ഒരു പെണ്ണിന്റെ തല മാത്രം അതിലൊരു കവറിൽ ഇങ്ങനെ കാണുന്നു. ഇപ്പോ പേടിച്ച് ഹീറോയിൻ നിലവിളിച്ചാലും ആ ഒരു ശബ്ദം എന്തായാലും പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തോ ഭാഗ്യം നമ്മുടെ ഹീറോയിൻ അവന്മാര് കണ്ടുപിടിക്കാനും പോകുന്നില്ല. അതേസമയം തന്നെ ആ ഒരു ടോർച്ച് വെളിച്ചത്തില് ആ ഒരു താക്കോൽ എവിടെ കിടക്കുന്നെന്നും ഹീറോയിൻ കാണും. ഓക്കെ, എന്തായാലും അവന്മാർ ഇവിടെ നല്ലതുപോലെ നോക്കിയിട്ട് ഒന്നും കാണാത്തതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ ഒരു ഡോറ് വെളിയിൽ നിന്നും പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഹീറോയിൻ ഈ ഒരു കീ എടുത്ത് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അവളെ കൊണ്ട് എന്തായാലും അത് തുറക്കാനും കഴിയുന്നില്ല. ഷടാ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഇവന്മാർക്ക് എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ല. അതിൽ ആ ഒരു ആക്ടർ ഉണ്ടല്ലോ അവൻ മാത്രം ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഈ ഒരു ഡോറും തുറന്ന് ഇവിടെയുള്ള ആ ഒരു വേസ്റ്റിൽ നിന്നും ഒരു ബാഗ് മാത്രം എടുത്തിട്ട് ആ ഒരു ഡോറും തുറന്നു വെച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് എന്തായാലും ഉപയോഗിക്കാന്ന് പറഞ്ഞ് ഹീറോയിൻ ആ ഒരു കീ എടുത്ത് മെയിൻ ഡോറിന്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി. അങ്ങനെ അവളായാലും പതിയെ അവിടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു സ്റ്റുഡിയോയിലെ എല്ലാ ലൈറ്റും ഓൺ ചെയ്യുന്നു. കാരണം നമ്മുടെ വില്ലനും ആ ഒരു ആക്ടറും രണ്ടുപേരും, നമ്മുടെ വില്ലനും ആ ഒരു മൊട്ട ആക്ടറും ഇവര് രണ്ടുപേരും ഹീറോയിനെ കാണുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിക്കാൻ വേണ്ടി ഈ ഒരു വില്ലനായാലും പുറകെ തന്നെ വരുന്നുണ്ട്. ഹീറോയിൻ നല്ല വേഗതയിൽ ഓടി ആ ഒരു മെയിൻ ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു താക്കോല് ഉപയോഗിച്ച് അതും തുറന്ന് ഈ വില്ലൻ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ആ ഒരു ഡോർ തള്ളി പിടിക്കുന്നതും വില്ലൻ ഓടി വന്ന ഒരു ഒറ്റ തള്ള് അതിൽ ഹീറോയിൻ തെറിച്ച് താഴേക്കൊന്ന് വീഴും. തെറിച്ച് താഴേക്ക് വീണ ആ ഒരു വീഴ്ചയില് ഹീറോയിന്റെ ബോധം പോകാൻ തുടങ്ങി. ഒന്നും നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ എന്തായാലും വില്ലൻ മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോയിൻ മരിച്ചെന്ന് നമ്മൾ വിചാരിക്കുമ്പോ, ഹീറോയിൻ എന്തോ അവൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുമ്പോ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിന്റെ സഹോദരി അവിടേക്ക് വരും. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ വില്ലനും ഓടി വന്നിട്ട് ഹീറോയിന്റെ കൈ ഇങ്ങനെ പിടിച്ചേക്കാണ് നല്ല ടൈറ്റ് ആയിട്ട്. അപ്പൊ ഹീറോയിൻ ആയാലും സഹോദരിയോട് ഈ ഒരു കൈ വെച്ചിട്ട് സൈൻ ലാംഗ്വേജിലാണല്ലോ സംസാരിക്കാനായിട്ട്. പക്ഷെ അതിന് നമ്മുടെ വില്ലൻ സമ്മതിക്കാതെ കൈ എങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഹീറോയിന്റെ സഹോദരിയോട് പറയും, അല്ല ഇവളിങ്ങനെ വീണ് കിടക്കല്ലേ, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ബാ പോവാന്നെല്ലാം പറയുമ്പോ ഹീറോയിന്റെ സഹോദരി ആയാലും അതെല്ലാം കണ്ടിട്ട് ഓക്കെ അതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ ഇവൻ എന്തിനാ ഈ ഒരു കൈ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ വില്ലനോട് പറയും, ഓക്കെ നീ അവളുടെ കൈയിൽ നിന്ന് നിന്റെ കൈ അങ്ങ് എടുക്കുക, അവൾക്ക് എന്തെങ്കിലും പറയണ്ടേ എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ വില്ലനായാലും പെട്ടെന്ന് കൈ എടുത്ത് മാറ്റുമ്പോൾ ഹീറോയിൻ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഹീറോയിന്റെ സഹോദരി പറയും, ഇതുപോലെ ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ അടുത്ത സീനിൽ തന്നെ അവിടേക്ക് പോലീസ് വരുന്നു. അതും ഈ ഒരു സ്റ്റുഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ കൊല ചെയ്ത രണ്ട് വില്ലന്മാര് റഷ്യൻസ് ആണ്, വന്ന പോലീസുകാര് റഷ്യനാണ്. അവര് പരസ്പരം എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ആക്ടറും ആ ഒരു വില്ലനും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് നാളെ ഷൂട്ടിംഗ് നടക്കാൻ പോവാണ്. അതുപോലെ ഇന്നത്തെ ഷൂട്ടിങ്ങില് ഇവൻ അഭിനയിച്ചിട്ട് അത് ശരിയായില്ലെന്ന് ഡയറക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഒരു റിഹേഴ്സൽ എടുത്തതാണ്. അതാണ് ഈ ഒരു പെണ്ണ് കണ്ടിട്ട് തെറ്റിദ്ധരിച്ച് കൊലപാതകമാണെന്നെല്ലാം പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഏയ് കള്ളം പറയരുത്, ഇവന്മാർ രണ്ടുപേരും ഒരു പെണ്ണെ കൊന്നു, അത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ള രീതിയിൽ ഹീറോയിനും ഇങ്ങനെ പറയും. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്തത് കൊലയാണോ അതോ റിഹേഴ്സൽ ആണോ, അതെന്താണെന്ന് അവർ എടുത്ത ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ, അത് തന്നെ ഞാൻ നോക്കാന്ന് പറയുമ്പോ ഓക്കെ അതെന്തായാലും നല്ല കാര്യമാണ്. അപ്പൊ അവന്മാർ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ ഒരു ഫിലിം എടുത്ത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അത് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ സഹോദരി പെട്ടെന്ന് ഏയ് അതെങ്ങനെ ശരിയാവും സാർ, അതൊരിക്കലും സമ്മതിക്കരുത്. കാരണം ഈ ഒരു ഫിലിം അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാല് അതിന്റെ സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാല് ആ ഒരു ഫിലിമിലുള്ള എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞ് ആ ഒരു ഫിലിം എടുത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. കാരണം അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിലിമാണ്, വെളിച്ചം തട്ടി കഴിഞ്ഞാൽ അത് എന്തായാലും കേടാവും. അതേസമയം നമ്മുടെ മൊട്ട വില്ലനെ കാണിക്കുമ്പോ അവൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് പെട്ടെന്ന് ഒരു കത്തി എടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഡയറക്ടർ ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ഓടി വന്ന് ആളില്ലാത്ത ആ ഒരു സമയം നോക്കി കത്തി ഉപയോഗിച്ച് ഡയറക്ടറിനെ 2-3 കുത്തു വയറിലേക്ക്. ഇത് കാണുന്നതും എല്ലാവരും ഓടി വന്ന് ആ ഒരു വില്ലനെ പിടിക്കുന്നതും അപ്പോഴാണ് മനസ്സിലാവുന്നത് വില്ലന്റെ കയ്യിലിരിക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള കത്തിയാണ്. ആ കത്തി ഉപയോഗിച്ച് കുത്തിക്കഴിഞ്ഞാല് ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ ഈ ഒരു മൊട്ട വില്ലൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ളൊരു കത്തി ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്ത കാര്യമാണ് ഇവള് കണ്ടിട്ട് അത് തെറ്റായിട്ട് ധരിച്ചത്. അതുപോലെ വെളിയിൽ വന്ന ആ ഒരു രക്തം അതും യഥാർത്ഥ രക്തമല്ല എന്നുള്ള രീതിയിൽ യുവമാര് ചെയ്തത് എന്താണെന്ന് പോലീസിന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോയും പറയും ഇല്ല അതൊരിക്കലും അങ്ങനെയല്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ആ ഒരു പെണ്ണിന്റെ തല മാത്രം ഇവർ കട്ട് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവരെയും വിളിച്ചിട്ട് നേരെ അവിടേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഹീറോയിന്റെ സഹോദരി ഈ ഒരു കാര്യം പോലീസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഇവരെല്ലാവരും അവിടേക്ക് ചെന്ന് അവിടെയുള്ള ബാഗെല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഹീറോയി പറഞ്ഞതുപോലെ ഒന്നും കാണാനില്ല. പക്ഷെ അവിടെ രക്തം പറ്റിയ തുണിയല്ലാണ്ട് അതിലുള്ള രക്തം ഫേക്ക് ആയിട്ടുള്ള രക്തമാണ്. ഓക്കെ മേഡം നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നുമില്ല, ഇനി എന്താ? അപ്പൊ ഹീറോയിൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഇവർ ഇവിടേക്ക് വന്നിട്ട് വേറെ 2 ബാഗുകൾ എടുത്തിട്ട് പോയി അതിലുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ഹീറോയിന്റെ സഹോദരി അതും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ പോലീസുകാർക്ക് അയ്യോ ഇവളെന്താണ് ഈ കാണിക്കുന്നത്
കാണിക്കുന്നത്. അപ്പോഴേക്കും അടുത്ത് നിന്ന് ആ ഒരു ആക്ടർ പറയും, ശരി അവള് പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ ഇവിടെ നിന്ന് 2 ബാഗ് എടുത്തിട്ട് പോയിരുന്നു, അതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ആ ഒരു ബാഗ് എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ മുന്നിലേക്ക് തട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് അവള് പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ തലേന്ന് കാണുന്നില്ല, പകരം ഒരു മാസ്ക് ഉണ്ട്. ഒരുപക്ഷെ ഇത് കണ്ടിട്ടായിരിക്കാം അവള് അതൊരു യഥാർത്ഥ തലയാണെന്ന് തെറ്റിദ്ധരിച്ചത്. ഇതും കൂടി കേൾക്കുന്നത് നമ്മുടെ പോലീസിനാണെങ്കിലോ വെറുതെ വിളിച്ച് അവരുടെ സമയം കളഞ്ഞെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ ആ ഒരു പോലീസുകാരൻ പറയും, ശരി നീ എന്തായാലും സ്ട്രോങ് ആയിട്ട് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറയല്ലേ, ഇവരെടുത്ത ആ ഒരു വീഡിയോ അതിന്റെ ഫിലിം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് പരിശോധിച്ച് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് നിങ്ങളെ അറിയിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ സഹോദരി അവരുടെ ഡയറക്ടർ ഇവരെ 3 പേരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവര് 3 പേരും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ സ്റ്റുഡിയോയിൽ ആ ഒരു വാച്ച്മാൻ ഉണ്ടല്ലോ, അയാള് പെട്ടെന്ന് ഓക്കെ എല്ലാവരും പോയതല്ലേ, ഡോറെല്ലാം ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇയാള് ആ ഒരു വേസ്റ്റ് ഇടുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്നു വരുമ്പോ ഇയാളുടെ നായ എവിടേക്കോ നോക്കി ഇങ്ങനെ കുരയ്ക്കുന്നു. എന്നിട്ട് അവിടേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അയാളാണെങ്കിലും മോനെ ഇങ്ങ് വാന്നും പറഞ്ഞിട്ട് ആ ഒരു നായയുടെ പുറകെ ചെല്ലുമ്പോൾ അവിടെ എന്തോ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അതെന്താണെന്ന് നോക്കുന്നതും ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. അവിടെ കത്തി കിടക്കുന്നത് ഒരു മനുഷ്യന്റെ തലയോട്ടി. അപ്പോ ഇവിടെ യഥാർത്ഥമായിട്ട് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ നോക്കി നിൽക്കുന്നതും ഒളിച്ചു നിന്ന ആക്ടർ നേരെ വന്ന് ആ ഒരു നായനെയും അതേപോലെ തന്നെ ആ ഒരു വാച്ച്മാനെയും അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവന്മാര് 2 പേരും ഒരു പെണ്ണിനെ കൊന്നിട്ടുണ്ട്, അത് ഒരു തെളിവ് പോലും ഇല്ലാതെ ഇവന്മാര് നശിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ ഇപ്പോഴും അത് ഒരു കൊലപാതകം തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഹീറോയിന് ഒരാളുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് അവർ ഏതൊരു അവസ്ഥയിലാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ അവര് ഷൂട്ടിംഗ് ആണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പെണ്ണിനെ കൊല്ലുന്ന ആ ഒരു സമയത്ത് അവളുടെ മുഖത്തുള്ള ആ ഒരു ഭാവം വെച്ച് തന്നെ അവളെ രക്ഷിക്കുന്ന രീതിയിലാണ് ആ ഒരു മുഖഭാവം തന്നെ കണ്ടത്. അതുകൊണ്ട് തന്നെ അതെന്തായാലും ഒരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അതൊരു അഭിനയമല്ല, ആരെ കൊണ്ടും അത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും അഭിനയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തനിക്കുള്ള ആ ഒരു സംശയമല്ല തന്റെ സഹോദരിയോട് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഡയറക്ടർ ആണല്ലോ അവനാണെങ്കിൽ ഇപ്പൊ അവർ ആഹാരം കഴിക്കുന്ന ആ ഒരു തിടുക്കത്തില് ഇവര് പറയുന്നതൊന്നും കാര്യമാക്കാതെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ഹീറോയിന്റെ സഹോദരിയാണെങ്കിലും ഷെടാ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു പെണ്ണ് ഇത്രയും കാര്യം കണ്ട് അവള് പേടിച്ചിരിക്കുന്നു, അതിനിടയിൽ നിനക്ക് തിന്നാനാണ് സമയം എന്നും പറഞ്ഞിട്ട് ഡയറക്ടറിനെ വഴക്ക് പറയുമ്പോഴത്തേക്കാണ് അവൻ ചോദിക്കുന്നത്, ഓക്കെ നിനക്കിപ്പോ എന്താ വേണ്ടത്, പോലീസ് ഇത് അന്വേഷിക്കുന്നത് കൊണ്ടല്ലേ ഇത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ നിനക്കിത് സീരിയസ് ആക്കി എടുക്കണം. എന്റെ അച്ഛനെ നിനക്കറിയാലോ, അമേരിക്കൻ എംബസിയിൽ വരെ നല്ല പിടുത്തമുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിട്ട് ഇതെന്താണെന്ന് അന്വേഷിക്കാൻ പറയും പോരെ എന്നിങ്ങനെ പറയുന്നതും. അതേസമയം ഇവിടെ ഈ സ്റ്റുഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മുടെ വാച്ച്മാനെയും ആ ഒരു ഡോഗിനെയും കൊന്നതിന് ശേഷം മൊട്ട വില്ലൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മെയിൻ വില്ലനും ഈ ഒരു സ്റ്റുഡിയോയിൽ തന്നെയുണ്ട്. അതേസമയം വെളിയിൽ കാണിക്കുമ്പോൾ 1-2 കാറുകൾ ഇവിടേക്ക് വരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട 1-2 ആളുകളാണ്. അപ്പൊ ഈ ഒരാൾ പറഞ്ഞിട്ടാണ് ആ ഒരു പെണ്ണിനെ കൊന്ന് ഇവരത് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പണം കൊടുക്കാന്ന് ഇയാൾ പറഞ്ഞിരുന്നു. കൂടാതെ ഇപ്പൊ ഇടയ്ക്കാണെങ്കിൽ പോലീസ് വന്ന് പോയത് കൊണ്ട് അല്ല ഇവിടെ പോലീസ് എല്ലാം വന്നു പോയല്ലോ അതെന്താന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, ഒരു അമേരിക്കൻ പെണ്ണ് വെറുതെ ആവശ്യമില്ലാതെ ഇതിനിടയിൽ കയറിയതാണ്, അതൊന്നും വലിയ കാര്യമാക്കണ്ട, നിങ്ങൾ തരാന്ന് പറഞ്ഞാൽ അവർ പണം തന്നു കഴിഞ്ഞാല് എന്തായാലും ആ ഒരു കാസറ്റ് എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്കും തരാം എന്നിങ്ങനെ നമ്മുടെ വില്ലൻ പറയുമ്പോൾ ആ ഒരു കാറിലിരിക്കുന്ന ബിസിനസ്മാൻ ആണെങ്കിലും പെട്ടെന്ന് അതൊരിക്കലും ശരിയാവത്തില്ല. കാരണം ഒരു തെളിവ് പോലും ഈ ചെയ്ത കാര്യം നിങ്ങൾ ഓക്കെ ആയിട്ടാണ് ചെയ്തത്, പക്ഷേ ഇതിലിപ്പോ 1-2 സാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പണം തരാൻ കഴിയത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണിനെ കൊന്നിട്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ, പറഞ്ഞതിൽ കൂടുതൽ പണം നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ ആ ഒരു ബിസിനസ്സുകാരനായാലും അവിടെ നിന്ന് അങ്ങ് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ അവൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഹീറോയിന്റെ സഹോദരിയും ആ ഒരു ഡയറക്ടറും കൊണ്ടാക്കിയിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ആ ഒരു ഡയറക്ടർ ഏർപ്പാടാക്കിയ എംബസിയിൽ നിന്ന് ആളുകളുണ്ടല്ലോ അവര് 2 പേര് ഇവിടെയുള്ള ആ ഒരു പോലീസിനെ കാണാനായിട്ട് വരുന്നു. പക്ഷെ പോലീസുകാരെ റഷ്യനും അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷും ആയതുകൊണ്ട് ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരുത്തനുണ്ട്. അവന് റഷ്യനും അറിയാം ഇംഗ്ലീഷും അറിയാം. അപ്പൊ അവനാണെങ്കിലോ ഇവർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാണ്. ഇപ്പൊ ഹീറോയിൻ കണ്ട കാര്യം ഇതുപോലെ ഒരു സെക്സ് മൂവി എടുക്കുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്ത് അവസാനം ആ ഒരു പെണ്ണിനെ കത്തി ഉപയോഗിച്ച് കൊന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ കണ്ട കാര്യം. പക്ഷെ ഇതുപോലൊരു സംഭവം ഇവിടെ ആദ്യമായിട്ടല്ല നടക്കുന്നത്. ഇത് വെച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാൾ തന്നെയുണ്ട്. ഇപ്പോ മറ്റൊരു രാജ്യത്ത് നിന്നും ഇല്ലീഗലായിട്ട് ഈ ഒരു നാട്ടിലേക്ക് വന്ന് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിൽ പ്രധാനമായിട്ടും പെണ്ണുങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് ആദ്യം അവർക്ക് പണം കൊടുക്കാന്നും പറഞ്ഞിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റും. അത് കഴിഞ്ഞ് ഒരുപാട് പണം കൊടുക്കാന്നും പറഞ്ഞ് ഇതേപോലെ വീഡിയോ അഭിനയിപ്പിക്കാം എന്നുള്ള രീതിയിൽ അവരെ കൊണ്ടുപോയി ആദ്യം നോർമലായിട്ടുള്ള രീതിയിൽ വീഡിയോ എടുത്ത് അവസാനം അവരെ കൊടൂരമായിട്ട് കൊല്ലുകയും ചെയ്യും. അത് ചിത്രീകരിച്ച് അത് പണം കൊടുത്ത് വാങ്ങി കാണാനായിട്ടും ഒരുപാട് ആളുകളുണ്ട്. അതുപോലെയുള്ള സൈക്കോകള് അങ്ങനെയുള്ള കാര്യമാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതും ഈ ഒരു കണ്ടന്റ് ആസ്പദമാക്കിയിട്ട് നമ്മൾ ഇതിനു മുന്നേ ഒരു സിനിമ ചെയ്തിരുന്നു 8mm എന്ന് പറഞ്ഞിട്ട്. ആ ഒരു മൂവിയിലും ഇതുപോലെ ഒരു കണ്ടന്റ് തന്നെയാണ്. അതാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക, നല്ലൊരു മൂവിയാണ്. അങ്ങനെ ഈ ഒരു ട്രാൻസ്ലേറ്റർ ആയാലും ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു എംബസി ആളിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അതുമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇപ്പൊ നടന്ന ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും അത്രയും വലിയൊരു അപകടത്തിലാണ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ
അവളുടെ ഹോട്ടൽ റൂമിൽ നിന്നിട്ട് കുളിക്കാനായിട്ട് പോവാണ്. ആ ഒരു സമയത്ത് അവിടേക്ക് ഒരു ഫോൺ വരുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ തിരിച്ച് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ അവള് തിരിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം അവൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വോയിസ് ആയിട്ട് എതിർവശത്തുള്ള ആൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ ഫോൺ വന്നിട്ട് ഹീറോയിൻ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും മറുവശത്ത് നിന്ന് ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. അതേസമയം ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ നിന്നും ഏതോ ഒരു കാമഭ്രാന്തൻ ഹീറോയിൻ കുളിക്കുന്നത് കാരണം അത് കാണാൻ വേണ്ടി ബൈനോക്കുലർ വെച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കാണ്. അത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ ആയാലും കർട്ടൻ അങ്ങ് മൂടാണ്. അതേസമയം ഇവിടെ എംബസി ആളുകളുണ്ടല്ലോ, ആ പോലീസ് എടുത്തുകൊണ്ട് വന്ന ആ ഒരു വീഡിയോ ഫുട്ടേജ് അതെല്ലാം ഇപ്പോൾ റെഡിയാക്കിയിട്ട് അത് പ്ലേ ചെയ്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കും കാണുന്ന നമ്മളെ പോലെ ഞെട്ടിച്ചുകൊണ്ട് അതിൽ കാണിക്കുന്നത് നമ്മുടെ വില്ലൻ ആ ഒരു പെണ്ണിനെ കൊന്ന വീഡിയോ അല്ല, പകരം സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടല്ലോ ആ ഒരു ഷൂട്ടിംഗ് സമയത്ത് എടുത്ത ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ആവുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആ ഒരു വില്ലന്മാർക്ക് ഇത് മാറ്റാനാണോ പാട്? അങ്ങനെ എംബസിയിൽ ആളാണെങ്കിലും വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഹീറോയിനെ തെറ്റിദ്ധരിച്ചു എല്ലാം പറഞ്ഞതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ഡയറക്ടറെ വിളിച്ച് ആ ഒരു കാര്യം പറയുന്നു. എന്നിട്ട് എംബസിയിലെ ആ ഒരാള് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ഹീറോയിനോട് പറയാൻ വേണ്ടി അവളുടെ സഹോദരി ഹോട്ടലിലേക്ക് വിളിക്കാണ്. ഹീറോയിൻ ആയാലും ഫോൺ എടുത്തിട്ട് ഓട്ടോമാറ്റിക് വോയിസ് റെക്കോർഡ് ഉണ്ടല്ലോ അതിലിങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഇവളുടെ ആ ഒരു റൂമിന്റെ ഡോറില് ആരോ ഒരാൾ വന്നിങ്ങനെ ബെല്ലടിക്കാണ്. രാത്രി 1 മണിയായി. ഈ ഒരു സമയത്ത് ഇത് ആരാണ്? അപ്പോൾ ഹീറോയിന്റെ സഹോദരി ആണെങ്കിലും പറയുന്നുണ്ട്, ഹേയ് ആരാണെങ്കിലും കഥക് തുറക്കരുത്, അവിടെ തന്നെ നിൽക്കുന്നു പറയുമ്പോൾ ഹീറോയിൻ അതൊന്നും കേൾക്കാതെ ഫോൺ അവിടെ വെച്ചിട്ട് പതിയെ ചെന്ന് ആ ഒരു ചെയിൻ ലോക്ക് ഉണ്ടല്ലോ അതിട്ടിട്ടാണ് ഈ ഒരു ഡോർ തുറക്കുന്നത്. തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അത് വേറെ ആരുമല്ല, നമ്മുടെ മൊട്ട വില്ലൻ. പെട്ടെന്ന് തന്നെ ഈ ഒരു ഡോറ് വലിച്ചു തുറക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അവിടെ കേൾക്കുന്ന ആ ഒരു ശബ്ദം ഹീറോയിന്റെ സഹോദരിക്ക് ഇവിടെ ഫോണിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ടറിനെ വിളിച്ചിട്ട് അവര് രണ്ടുപേരും ഇവിടേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ ഒരു മൊട്ട വില്ലനെ വെളിയിലാക്കിയിട്ട് എന്തായാലും എമർജൻസി നമ്പറിൽ വിളിക്കാന്നും പറഞ്ഞ് അതിങ്ങനെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് റഷ്യൻ ആയതുകൊണ്ട് ഹീറോയിന് റഷ്യൻ ഭാഷ അറിയത്തില്ല. ഹീറോയി പറയുന്ന കാര്യം അവർക്കും മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പുറത്ത് നിന്നൊരു കാമഭ്രാന്തൻ കുറെ നേരമായിട്ട് നോക്കിയല്ലോ, അവനെങ്കിലും രക്ഷിക്കാനായിട്ട് വിളിക്കാന്നും പറഞ്ഞ് ആ ഒരു കർട്ടൻ ഓപ്പൺ ചെയ്ത് അങ്ങനെ ചാടുകയാണ്. പക്ഷെ അവൻ ശ്രദ്ധിക്കുന്നോ ഇല്ലയോ എന്നറിയത്തില്ല. അതിനു വേണ്ടിയിട്ട് അവള് ഫുള്ള് ഡ്രസ്സ് മാറ്റി വരെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഓക്കെ, എന്തായാലും എമർജൻസി നമ്പറിൽ തന്നെ വിളിക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും ഫോണിന് മുന്നിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ ആ ഒരു മൊട്ട വില്ലനുണ്ടല്ലോ കഥകും തുറന്ന് അകത്തേക്ക് വരുന്നു. അതുപോലെ ഇത്രയും വലിയൊരു തടിമാടിന്റെ മുന്നിലെ കുരുവിയുടെ സൈസുള്ള നമ്മുടെ ഹീറോയിനെ എന്തായാലും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം പറക്കി എറിഞ്ഞ് അവിടെ നിന്ന് ഓടാണ്. വില്ലൻ പുറകെ തന്നെയുണ്ട്. അങ്ങനെ ഓടി ഓടി ബാത്റൂമിനകത്തേക്ക് വന്നിട്ട് ഡോർ അങ്ങ് അടയ്ക്കുന്നതും മൊട്ട വില്ലൻ വെളിയിൽ വന്നിട്ട് ആ ഡോറിൽ നല്ലോണം ചവിട്ടി തുറക്കുമ്പോഴത്തേക്കും നിയന്ത്രണം വിട്ട് നേരെ ബാത്ത് ടബിലേക്ക് വന്ന് വീഴാണ്. ഓക്കെ, എന്തായാലും പ്ലാൻ ചെയ്തിട്ട് ചെയ്തതല്ല. ബാത്ത് ടബിൽ എന്തായാലും നിറയെ വെള്ളമുണ്ട്. ഹീറോയിൻ ആ ഒരു ഗ്യാപ്പിൽ ഹീറ്റർ എടുത്തിട്ട് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കും. മൊട്ട വില്ലൻ അതിനകത്ത് കിടന്ന് ഷോക്ക് അടിച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും രക്ഷയില്ല. കാരണം നമ്മുടെ മെയിൻ വില്ലൻ ഇവിടെ നിൽക്കല്ലേ, അവൻ വന്ന് നമ്മുടെ ഹീറോയിനെ പിടിക്കുകയാണ്. അങ്ങനെ ഹീറോയിനെ പിടിച്ചു വെച്ച് അവളെ കൊല്ലാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ വില്ലന്റെ തലയിൽ ആരോ കമ്പി കൊണ്ടടിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള അയാള്. കാരണം അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ അവനെ അടിച്ച് താഴേക്കിട്ട് ഹീറോയിനോട് പറയും, ഓക്കെ ഡ്രസ്സ് എല്ലാം താഴെ വന്നിട്ട് മാറാം, പെട്ടെന്ന് വാന്നും പറഞ്ഞ് ഹീറോയിനെ പിടിച്ച് രണ്ടുപേരും വെളിയിലേക്ക് ഓടുകയാണ്. എന്നിട്ട് ലിഫ്റ്റിനകത്തേക്ക് കയറി താഴേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വരാനായിട്ട് ആരോ ലിഫ്റ്റിൽ പ്രസ് ചെയ്യുന്നത് പോലെ. അപ്പോഴേക്കും ആ ഒരു ട്രാൻസ്ലേറ്റർ പറയും, ഓക്കെ അവന്മാരെന്തായാലും നമ്മളെ ചുറ്റി വളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തായാലും താഴേക്ക് പോണ്ട, 3ാമത്തെ ഫ്ലോറിൽ തന്നെ ഇറങ്ങാന്നും പറഞ്ഞ് ആരും കാണാത്ത രീതിയിൽ ഇവരൊരിടത്ത് ഒളിച്ചു നിൽക്കാണ്. അതേസമയം ആ ഒരു ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകുന്നത് വില്ലന്റെ ആളുകളൊന്നല്ല, അത് നമ്മുടെ ഹീറോയിന്റെ സഹോദരിയും ആ ഒരു ഡയറക്ടറും. അവര് രണ്ടുപേരും മുകളിലേക്ക് പോകുന്ന കാര്യം ഇവര് രണ്ടുപേരും കണ്ടതുപോലുമില്ല. രണ്ടുപേരും നേരെ കാറിലേക്ക് കയറി അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഇവരുടെ പുറകെ മറ്റൊരു കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ട്രാൻസ്ലേറ്റർ കാണുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ ഹോട്ടൽ റൂമിൽ കാണിക്കുമ്പോൾ ഹീറോയിന്റെ സഹോദരിയും ആ ഒരു ഡയറക്ടറും റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ കാലങ്കോലമായിട്ട് കിടക്കുന്നു. ഓക്കെ, തന്റെ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ച് ഹീറോയിന്റെ സഹോദരിയാണെങ്കിലും നേരെ ബാത്റൂമിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ ആ ഒരു മൊട്ട വില്ല മരിച്ചിടക്കുന്ന കാണുന്നു. അത് പറയാൻ വേണ്ടി ബാത്റൂമിൽ എടുത്ത മരിച്ചു കിടപ്പുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ ഒരു ഡയറക്ടറിന്റെ അടുത്തേക്ക് പറയാനായിട്ട് വരുമ്പോൾ ഡയറക്ടറിന്റെ പുറകില് നമ്മുടെ മെയിൻ വില്ലൻ ഒരു കമ്പി എടുത്ത് അവനെ അടിക്കാനായിട്ട് വരുന്നതും ഈ ഒരു സഹോദരി അത് കണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡയറക്ടറെ പിടിച്ചങ്ങ് മാറ്റുകയാണ്. അതേസമയം ഇതിനകത്തേക്ക് കഥകം തുറന്ന് 2 പോലീസുകാരും കയറി വരുന്നു. അകത്തേക്ക് വരുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും സോൾവ് ആയെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ഓക്കെ എന്തായാലും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് അകത്തേക്ക് വന്നത് റിപ്പർ എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ടും ഇതെല്ലാം ചെയ്യുന്ന മെയിൻ വില്ലൻ ഉണ്ട്. അവന്റെ ആളുകളായിരുന്നു. അതുമല്ല നമ്മുടെ വില്ലനാണെങ്കിലോ ഇനി ഇവനെ കൊണ്ട് ഒരു യൂസും ഇല്ലാന്നും പറഞ്ഞ് ആ 2 പോലീസുകാരും അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു കൊലപാതകം കണ്ടെന്നും പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി അവരെല്ലാവരും വരുന്നത്. പക്ഷെ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് ഈ ഒരു ട്രാൻസ്ലേറ്റർ നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കാണ്. വേറെ ഒന്നുമല്ല, ആ കൊല ചെയ്യപ്പെട്ട പെണ്ണുണ്ടല്ലോ അവളുടെ കാമുകൻ റീപ്പറിനെ കൊടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഒരു കാസറ്റിലാക്കി വെച്ചിരുന്നു. അപ്പൊ അതെവിടെയാണെന്ന് റീപ്പർ ആ ഒരു കാമുകനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവൻ പറയും,
അവന്റെ കാമുകിയുടെ കയ്യിൽ അത് കൊടുത്തെന്ന്. അതനുസരിച്ചാണ് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു കാസറ്റ് വാങ്ങാൻ അവർ തീരുമാനിച്ചതും. അതുമല്ല, എന്തായാലും അവളെ കൊല്ലാൻ പോവാണ്. അതിനു മുന്നേ ഇതുപോലൊരു വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ അവളെ ആ ഒരു രീതിയിൽ കൊല്ലുന്നതും. അപ്പൊ അത് കണ്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു ബാഗ് തട്ടിയിട്ടിട്ട് അവിടെ നിന്ന് കൂടി രക്ഷപ്പെടുമല്ലോ. അപ്പൊ അവര് വിചാരിക്കും ആ ഒരു ബാഗിലെ കാസറ്റ് നമ്മുടെ ഹീറോയിൻ എടുത്തോണ്ട് പോയെന്ന്. പക്ഷെ നമുക്കല്ലേ അറിയത്തുള്ളൂ ആ ഒരു കാസറ്റ് അവിടെയുള്ള ആ ഒരു മേശയുടെ അടിയിലേക്കാണ് വന്ന് വീണതെന്ന്. അതും കൂടി കൊണ്ടാണ് നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി ഇത്രയും പേര് പുറകെ നടക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കേട്ട നമ്മുടെ ഹീറോയിൻ നടന്ന സംഭവങ്ങളെല്ലാം ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് അത് ആ ഒരു മേശയുടെ അടിയിലേക്കാണ് പോയിട്ടുള്ളത് ആ ഒരു കാസറ്റ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലേറ്റർ ആയാലും ഓക്കെ മോളെ, എന്തായാലും ആ ഒരു കാസറ്റ് എവിടെയാണെന്ന് നീ ഒരു പേപ്പറിൽ എഴുതിത്താ, അതെവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ എത്താറായി. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവനിപ്പോ അവിടെ വണ്ടി നിർത്താതെ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. ഹീറോയിന് മനസ്സിലാവുന്നില്ല ഇവൻ എന്തുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്താത്തതെന്ന്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ എഴുതി ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഇതുപോലെ മറ്റാരും അറിയാതെ അണ്ടർ കവറിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരനാണ്. റീപ്പറെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവന്റെ അടിയാളാണ്. ഒരുപക്ഷെ ഞാൻ വണ്ടി സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞാല് അവര് നമ്മൾ രണ്ടുപേരെയും കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, റീപ്പറിനെ സംബന്ധിച്ചുള്ള ആ ഒരു കാസറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാസറ്റ് എവിടെയാണ് അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ എന്തോ ഒരു സംശയം. കാരണം പുറകിൽ വരുന്ന ആ ഒരു കാറിലുള്ളവര് ഈ ട്രാൻസ്ലേറ്ററിനോട് ഫോൺ വഴി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ട നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് കാറിലൊരു കൈവിലങ്ങെടുത്ത് ട്രാൻസ്ലേറ്ററിന്റെ കൈയും ആ ഒരു സ്റ്റിയറിംഗിലും കൂടി ഇട്ട് അവള് പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഓടി ഇങ്ങനെ പോവാണ്. പക്ഷെ പുറകിൽ വരുന്ന ആ ഒരു കാറിലെ ആളുകള് അവര് വെറുതെ ഇരിക്കോ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി അതിലൊരുത്തൻ ഒരിടത്ത് ഒളിച്ചിങ്ങനെ നിൽക്കാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ ട്രാൻസ്ലേറ്റർ കാറും കൊണ്ടുവന്ന് ഹീറോയിനെ പിടിച്ച് കാറിലേക്ക് കയറ്റി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് അവന്റെ കൂടെ വരുന്ന അവരോട് പറയുന്നുണ്ട്, ഓക്കെ അവള് ഗ്യാസറ്റുള്ള ലൊക്കേഷൻ ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നു, ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്, നിങ്ങൾ പുറകെ തന്നെ വരാൻ പറയും. ഇപ്പൊ ഈ ഒരു ട്രാൻസ്ലേറ്റർ ഇയാൾ നല്ലവനാണോ അതോ വില്ലനാണോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല. ഹീറോയിനും അത് മനസ്സിലാവുന്നില്ല. അതേസമയം ഇവിടെ ആ ഒരു പോലീസുകാർ രണ്ടുപേരും ഹീറോയിന്റെ സഹോദരിനെയും ആ ഒരു ഡയറക്ടറിനെയും പിടിച്ചു വെച്ചിട്ട് കാസറ്റ് എവിടെയാണെന്ന് ഇവരോട് ചോദിക്കുമ്പോൾ അവർക്കറിയത്തില്ല എന്ന് പറയും. ഓക്കെ, എന്തായാലും ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ പോവാണെന്നുള്ള കാര്യം ഹീറോയിന്റെ സഹോദരിക്ക് മനസ്സിലായി. അതിനു മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് താഴെയുള്ള ആ ഒരു മാറ്റ് ഉണ്ട് അത് പിടിച്ചൊരു ഒറ്റ വലി ഈ രണ്ട് പോലീസിനും താഴേക്ക് വീഴുമ്പോൾ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് അവരെ രണ്ടുപേരും അടിച്ച് അവരുടെ ബോധം പോയി. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വാക്കി ടോക്കി എടുത്ത് അതിൽ സംസാരിക്കുന്ന ആരാണെന്ന് കേൾക്കുമ്പോഴത്തേക്കും റഷ്യൻ ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് അത് ആരാണെന്ന് അറിയത്തില്ല. പക്ഷേ അതിനിടയിൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം ഇവർക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡിയോയിൽ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനും ആ ഒരു ട്രാൻസ്ലേറ്ററും അതിനു മുന്നേ തന്നെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് വെളിയിൽ കാണിക്കുമ്പോൾ റീപ്പറിന്റെ ആളുകൾ ഒരു 10-12 കാറിൽ അവിടേക്ക് വരികയാണ്. അതുമല്ല ഇവര് രണ്ടുപേരും അകത്തേക്ക് വന്നിട്ട് ആ ഒരു കബോർഡിനടിയിൽ നിന്നും കാസറ്റ് എടുക്കുന്ന ആ ഒരു ഗ്യാപ്പില് റീപ്പറിന്റെ ഒരാൾ പുറകിലൂടെ വന്ന് നമ്മുടെ ഹീറോയിനെ അങ്ങ് പിടിക്കും. ആ ഒരു സമയത്താണ് നമ്മുടെ ട്രാൻസ്ലേറ്റർ പെട്ടെന്ന്, ഓക്കെ മോളെ, ഇത്രയും ദൂരം വന്നിട്ട് എനിക്ക് ഈ ഒരു സഹായം നീ ചെയ്തു തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നിന്നെ പോലെയുള്ള ആളുകളുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് നടക്കും എന്നും പറഞ്ഞ് അവന്റെ യഥാർത്ഥ രൂപം ഇപ്പൊ അവൻ പുറത്തെടുക്കാണ്. എന്നിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരാളുടെ കയ്യിൽ നിന്നും തോക്ക് അങ്ങനെ വാങ്ങി നമ്മുടെ ഹീറോയിനെ അടിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നേ ഹീറോയിന്റെ പുറകിലുള്ള ആ ഒരുത്തന്നെ ഒരു ഒറ്റയടി. ഷടാ, ഇവൻ ഇപ്പോഴും എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതേസമയം സ്റ്റുഡിയോയുടെ വെളിയിൽ നമ്മുടെ ഹീറോയിന്റെ സഹോദരിയും ആ ഒരു ഡയറക്ടറും ഇവര് രണ്ടുപേരും മുകളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ആ ഒരു സമയത്ത് തന്നെ അവിടെയുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാം അടിച്ചു കളഞ്ഞിട്ടാണ് ഇവർ ഉള്ളിലേക്ക് വരുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ട്രാൻസ്ലേറ്റർ ആ റീപ്പർ എന്ന് പറഞ്ഞ അയാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഹീറോയിന്റെ തലയിൽ തോക്കും വെച്ച് പതിയെ അവളെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിന്റെ സഹോദരി ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അവൾക്കറിയത്തില്ല നമ്മുടെ ട്രാൻസ്ലേറ്റർ നല്ലവനാണോ അതോ മോശമായിട്ടുള്ള ഒരാളാണോ എന്ന്. സത്യം പറഞ്ഞാൽ കാണുന്നത് നമുക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുമല്ല ഹീറോയിന്റെ സഹോദരിയുടെ കയ്യിലാണെങ്കിൽ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് എടുത്ത തോക്കുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവരുടെ നേരെ ഷൂട്ട് ചെയ്യുന്നതും ഇവർക്ക് ഇപ്പൊ അവിടെ നിൽക്കാൻ കഴിയാതെ രണ്ടുപേരും അങ്ങനെ വെളിയിലേക്ക് ഓടുകയാണ്. ആ ഒരു സമയത്ത് വെളിയിൽ റീപ്പറിന്റെ ആളുകൾ ഉണ്ടെന്ന് അറിയാതെ നമ്മുടെ ഹീറോയിൻ ഓടി വന്ന് ആ ഒരു ഡോർ അങ്ങ് വലിച്ചു തുറക്കുന്നതും ആഹാ, വെളിയിൽ റീപ്പർ അവന്റെ ആളുകള് തോക്കുമായിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ വാക്കി ടോക്കി വഴി നമ്മുടെ ട്രാൻസ്ലേറ്ററിനോട് പറയും അവളെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട്. ഇത് കേൾക്കേണ്ട താമസം ട്രാൻസ്ലേറ്റർ പെട്ടെന്ന് തോക്കെടുത്ത് ഹീറോയിനെ ഷൂട്ട് ചെയ്ത് അതും ഒരുപാട് തവണ ഷൂട്ട് ചെയ്ത് ഹീറോയിൻ അങ്ങ് കൊല്ലുകയാണ്. അതുപോലെ കാസറ്റ് ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്ലേറ്ററിന്റെ കയ്യിലുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. ഇനി എന്ത് വേണം, ജോലി കഴിഞ്ഞു. റീപ്പർ ആണെങ്കിൽ അവന്റെ ആളുകളെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പൊ അകത്ത് നിന്ന് നമ്മുടെ ഹീറോയിൻ മരിച്ചത് ഹീറോയിന്റെ സഹോദരി കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് അവൾക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയാതെ കൊന്നതാരാണ് നമ്മുടെ ട്രാൻസ്ലേറ്റർ. ഓടി വന്ന് അവന്റെ മുകളിലേക്ക് ചാടി വീണ് അവന് നല്ലതുപോലെ അടിക്കും. അടിച്ചടിച്ച് താഴേക്കിട്ട് നമ്മുടെ ഡയറക്ടറിനോട് പറയും ഇനി ആലോചിക്കേണ്ട, അവനെ കൊല്ലാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് ഓടി വരാണ്. പക്ഷെ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് എന്തായാലും നേരത്തെ തന്നെ അറിയാം. പക്ഷെ അത് ഹീറോയിന്റെ സഹോദരിക്ക് അറിയത്തില്ല. അടുത്തേക്ക് ഓടി വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ മരിച്ചിട്ടില്ല, വേറെ ഒന്നുമല്ല. ഹീറോയിൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹീറോയിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ബ്ലഡ് ബാഗും അതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള തോക്ക് ഉപയോഗിച്ചിട്ടാണ് ഹീറോയിനെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ആ ഒരു റീപ്പറിനെ അവന്റെ ആളുകളെയും ഇവർ പറ്റിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവർ ഹീറോയിനെ കൊന്നതായിട്ട് വരുത്തി
തീർത്തത്. അങ്ങനെ നമ്മുടെ ട്രാൻസ്ലേറ്റർ ആയാലും റീപ്പറിന്റെ രണ്ടാളുകളെ ഇവിടെ അടിച്ചിട്ടിരുന്നു. അവരെ രണ്ടുപേരെയും പിടിച്ച് ആ ഒരു കാറിനകത്തേക്ക് കയറ്റി ഹീറോയിന് ബായും പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോ ആ കാറിനകത്തിരിക്കുന്ന രണ്ടാമന്മാര് പെട്ടെന്ന് ഹീറോയിനെ നോക്കിയിട്ട് ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുകയാണ്. ഹീറോയിൻ ഇവരുടെ മുഖ എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെ അവള് മനസ്സിലാക്കും എന്തോ ഒരു അപകടം ഇതിനകത്തുണ്ടെന്ന്. അപ്പൊ ഹീറോയിൻ ആണെങ്കിലും പെട്ടെന്ന് തന്റെ സഹോദരിയോട് കാറിനകത്തിരിക്കുന്ന നമ്മുടെ ട്രാൻസ്ലേറ്ററിനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നതും ഈ ഒരു കാര്യം പറയേണ്ട താമസം അതിനു മുന്നേ തന്നെ ട്രാൻസ്ലേറ്റർ പെട്ടെന്ന് കാറിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ ആ ഒരു കാർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. വേറെ ഒന്നല്ല, റീപ്പർ നമ്മുടെ ട്രാൻസ്ലേറ്ററിനെയും അതേപോലെ തന്നെ അവരുടെ എല്ലാവരും കാസറ്റും ഈ കാറിനകത്ത് വെച്ച് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ അതിനു മുന്നേ നമ്മുടെ ട്രാൻസ്ലേറ്റർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി എന്തായാലും മെയിൻ വില്ലൻ ആയിട്ടുള്ള റീപ്പറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ആർക്കും തടയാൻ പോലും കഴിയത്തില്ല. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് തന്നെ അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.